الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആനുകാലിക സംഭവ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഹൃദ്യമാകുന്നതും എല്ലാവരുടെ മനസ്സിലും സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ ആധുനിക ലോകത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ലോക നേതാവിനെ എങ്ങനെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അംഗീകരിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ തുടർന്ന് ഇൻഷാ അല്ലാഹ് ഗഹനമായ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ നടക്കും. ഞാൻ ഒന്നാമതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിരുന്നു എന്നും അദ്ദേഹത്തിന് സമൂഹത്തോടുണ്ടായിരുന്ന സ്നേഹബന്ധം എന്തായിരുന്നു എന്നും അനുയായികളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം എന്തായിരുന്നു എന്നും പിന്നീട് അനുയായികൾ അദ്ദേഹത്തോട് കാണിച്ച സ്നേഹവും ബന്ധവും എന്താണെന്നും രണ്ട് ഭാഗങ്ങളായി വിശദീകരിക്കാനാണ് ഈ സന്ദർഭത്തെ, ഈ വിലപ്പെട്ട സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സന്ദർഭവുമാണല്ലോ ഇത്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ വിലപ്പെട്ട ഒരവസരത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തൊരുപാട് നേതാക്കന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാരായ നേതാക്കന്മാർ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം, ലോകത്തൊരു വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെയാണ്. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 24-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞത് ഇതാണ്: കുൽ ഇൻകാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅശീറത്തുകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ ഭാര്യമാരെക്കാൾ, നിങ്ങളുടെ അടുത്ത കുടുംബങ്ങളെക്കാൾ, നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തേക്കാൾ, നിങ്ങളുടെ കണ്ണിന് ആനന്ദം നൽകുന്ന നിങ്ങളുടെ ഭവനത്തേക്കാൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 24-ാമത്തെ വചനം. മാതാപിതാക്കളെക്കാളും ബന്ധുമിത്രാദികളെക്കാളും മക്കളെക്കാളും ഭാര്യമാരെക്കാളും ലോകത്തെ ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനത്തെക്കാളും മാന്യം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാളും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി,
അള്ളാഹുവിനെ ആയിരിക്കണം നിങ്ങളുടെ ഒന്നാമത്തെ സ്നേഹം. രണ്ടാമത്തത് അള്ളാഹുവിന്റെ റസൂലിനോടായിരിക്കണം. വിശുദ്ധ ഖുർആനിലുടനീളം പരിശോധിച്ചു നോക്കിയാൽ ഈ പരാമർശം ആവർത്തിച്ച് റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. വിശുദ്ധ ഖുർആനിലെ എത്ര വചനങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് ഈ വാചകം കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യരുത്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരാൾ ജീവിതത്തിൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നു, അയാൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോടാണ്, പിന്നെ അവന്റെ റസൂലിനോടാണ്. മിമ്മാ സിവാഹുമാ, അത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനേക്കാളും ഒരാൾക്ക് പ്രിയങ്കരമായി തീരേണ്ടത് അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്, റസൂലിനോടുള്ള ഹുബ്ബാണ്. അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വം അള്ളാഹുവിന്റെ റസൂലാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തിരുമേനിയാണ്. ലോകത്തൊരുപാട് നായകന്മാർ ലോകത്ത് നയിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെ, അലക്സാണ്ടർ ദി ഗ്രേറ്റിനെ പോലെ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദത്തിന്റെ നേതാവായ ഹിറ്റ്ലറിനെ പോലെ അവർക്കൊക്കെ അനുയായികൾ ഉണ്ടായിരുന്നു, അവരൊക്കെ നേതാക്കന്മാരായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും കാർൽ മാർക്സും ബർട്ടൺ റസ്സലും ലോകത്ത് വന്നിട്ടുള്ള ഒരുപാട് നായകന്മാർ സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ വിപ്ലവ പരിഷ്കരണ രംഗത്ത് ഉജ്ജ്വലമായി പോരാടിയ മഹാന്മാരായ പരിഷ്കർത്താക്കളുടെ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി മുഹമ്മദ് നബിയുടെ പ്രത്യേകത എന്തായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നേതാവ് ആരായിരുന്നു എന്ന വസ്തുത, അതിന്റെ രണ്ട് വശങ്ങളാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. ആദർശ രംഗത്ത് തന്റെ അനുചരന്മാർ എവിടെ നിൽക്കണമെന്ന കൃത്യമായ കാഴ്ചപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. ആദർശ രംഗത്ത് തന്റെ അനുയായികളിൽ ഒരു വിട്ടുവീഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചിട്ടില്ല. വ്യക്തിപരമായി സ്നേഹത്തിന്റെ പേരിൽ മേഖലകളിൽ ആദർശത്തിന്റെ കാര്യത്തിൽ എന്തുമായിക്കൊള്ളട്ടെ എന്ന് പ്രവാചക തിരുമേനി വിചാരിച്ചിട്ടില്ല. പ്രവാചകന്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ചില സംഭവങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളുടെ ബോധത്തെയും നിങ്ങളുടെ ചിന്തയെയും സ്വാധീനിക്കുന്ന ചില സംഭവവികാസങ്ങൾ. നബിയുടെ പേരക്കുട്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി, അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ആന കളിക്കുന്ന പ്രവാചകനെ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കോറിയിട്ട് തരുന്നുണ്ട്. ഖുതുബയിൽ പോലും അവർക്ക് വേണ്ടി മിമ്പറിൽ നിന്നിറങ്ങി അവരെ വാരിയെടുത്തിട്ടുണ്ട് പ്രവാചക തിരുമേനി. അവർക്ക് വേണ്ടി രണ്ട് കൈകുത്തി, കാലുകൾ കുത്തി പ്രവാചകന്റെ പുറത്തേറിയ അവർക്ക് വേണ്ടി ദീർഘസമയം പ്രവാചകൻ ഇരുന്നു കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സുജൂദിൽ പോയാൽ പ്രവാചകന്റെ പെരടിയിൽ കയറിയിരുന്ന പേരമക്കൾക്ക് വേണ്ടി എത്രയോ ദൈർഘ്യമേറി അള്ളാഹുമായുള്ള മുലാഖാത്തിൽ പോലും ആ പ്രവാചകൻ കിടന്നു കൊടുത്തിട്ടുണ്ട്. അതേ പ്രവാചക തിരുമേനി പേരക്കുട്ടികൾ ബൈത്തുൽ മാലിൽ നിന്ന് ഒരു കാരക്കച്ചുള വായിലിട്ടപ്പോൾ മോനെ തുപ്പിക്കലയൂ, അവകാശമില്ലാത്ത ഒരു ഈത്തപ്പഴം പോലും നമുക്ക് ഭുജിക്കാൻ അവകാശമില്ല മോനെ എന്ന് കണിശമായി പഠിപ്പിച്ചു കൊടുത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ അനുചരന്മാരോട് അങ്ങേയറ്റത്തെ കാരുണ്യം കാണിച്ച പ്രവാചകൻ. നമസ്കാരത്തിൽ കുട്ടികൾ കരഞ്ഞാൽ അവരുടെ കരച്ചില് കാരണത്താൽ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ച നമസ്കാരം പ്രവാചക തിരുമേനി ചുരുക്കിയിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു സമൂഹത്തിന് ഇമാമത്ത് നിന്ന് ദൈർഘ്യമേറിയ സൂറകൾ ഓതിയപ്പോ അതിന്റെ ഭക്തിയുടെ വശം പഠിപ്പിക്കുന്നതിന് പകരം പ്രവാചക തിരുമേനി പരാതിപ്പെട്ട വയോവൃദ്ധന്മാർക്ക് വേണ്ടി, ക്ഷീണിതർക്ക് വേണ്ടി മുആദേ ദീർഘിച്ച് നമസ്കരിക്കുക വഴി നിന്റെ പിന്നിൽ നിൽക്കുന്നവർക്ക് പ്രയാസം സൃഷ്ടിച്ചുവല്ലേ എന്ന് ചോദിക്കുന്ന പ്രവാചകനെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, പള്ളിയിൽ മൂത്രമൊഴിച്ച മനുഷ്യനോട് ഏറ്റവും സഹിഷ്ണുതാപരമായി പെരുമാറിയ അതേ പ്രവാചകൻ 10 ആളുകൾ ബയ്യത്ത് ചെയ്യാൻ വന്നപ്പോൾ 9 പേർക്ക് ഹസ്തദാനം ചെയ്യുകയും 10-ാമനിൽ നിന്ന് കൈവലിച്ചു കളയുകയും ചെയ്തു പ്രവാചകൻ. എന്തുകൊണ്ടെന്നാൽ മന്ത്രി ചൂരിയ ചരട് കയ്യിൽ കെട്ടിയവനിൽ നിന്ന് പ്രവാചക തിരുമേനി കൈവലിച്ചു കളഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രവാചകരെ മക്കാ മുശ്രിക്കുകൾക്കുള്ള പോലെ ഒരു ധാതു അൻവാത്ത് വൃക്ഷം ഷിർക്കിന്റെ ചിഹ്നമായി ഞങ്ങൾക്കും വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിനെ ശക്തമായി എതിർത്ത പ്രവാചക തിരുമേനി വ്യക്തി ജീവിതത്തിൽ പ്രതികാരം ചെയ്തിട്ടില്ല. വിട്ടുവീഴ്ചയുടെ മകുടോദാഹരണമായി ലോകത്ത് ജീവിച്ച പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിലുടനീളമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ
ആദർശരംഗത്ത് എന്തുമാകാം എന്ന് പ്രവാചകൻ വിചാരിച്ചിട്ടില്ല. നബിയെ മർദ്ദിച്ചവരോട്, നബിയെ ഗരാവോ ചെയ്തവരോട് വിട്ടുവീഴ്ചയുടെ ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ച ചെയ്ത വിശ്വാചാര്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് ഷേബ് അബി താലിബ് മലയിൽ 3 വർഷം ഗരാവോ ചെയ്ത് പിഞ്ചു പൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞതും ആ കരച്ചിൽ കേട്ട് ഖുറൈശികൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചതും ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിൽ, ആ ഖുറൈശികൾ പട്ടിണി കിടന്നപ്പോൾ മദീനയുടെ ഭരണകൂടം പ്രവാചക തിരുമേനി അനുചരന്മാരെ വിളിച്ച് തന്നെ പീഡിപ്പിച്ചവർ, തന്നെ കഷ്ടപ്പെടുത്തിയവർ, തന്നെ ബേജാറാക്കിയവർ, തന്നെ ഗരാവോ ചെയ്തവർ പട്ടിണി കിടക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണല്ലോ എന്ന് പറഞ്ഞ് അനുയായികൾ ചോദിച്ചത്, അതല്ല പ്രവാചക, അങ്ങ് ഷേബ് അബി താലിബ് മലയിൽ അങ്ങയെ പീഡിപ്പിച്ച് താങ്കൾ മറന്നുപോയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചോദ്യമായിരുന്നു സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒട്ടകപ്പുറത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് വിശ്വാചാര്യം ചെയ്യുന്നത്. തീർന്നില്ല. സയ്യിദ്ബിനെ നിങ്ങൾക്കറിയാം, മഹാനായ അടിമയായിരുന്നു സയ്യിദ് റളിയല്ലാഹു, മഹാനായ നബി സല്ലല്ലാഹു സയ്യിദ് ബിൻ സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തി, നബിയുടെ കൂടെ വളർത്തി, നബിയുടെ ഭൃത്യനായി ജീവിച്ച് നബിയോടൊപ്പം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏതൊരു മകനെ സംബന്ധിച്ചിടത്തോളവും തന്റെ മാതാവും പിതാവും തനിക്ക് തിരിച്ചു കിട്ടുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി ആരും അത് കാണും എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സയ്യിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എത്രയോ വർഷത്തിന് ശേഷം വന്ന് മോനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദേ, നിനക്ക് ആരുടെ കൂടെ പോകണമെന്ന്, എന്റെ കൂടെ നിൽക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നിനക്ക് അങ്ങനെയാകാം. നിന്റെ മാതാപിതാക്കളുടെ കൂടെ പോകാനാണോ നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിനക്ക് അവരുടെ കൂടെ പോകാമെന്ന് പറഞ്ഞപ്പോ, സ്വന്തം ഉമ്മയെ ലഭിച്ചിട്ടും സ്വന്തം ബാപ്പയെ ലഭിച്ചിട്ടും ഇല്ല, ഞാൻ പോകുന്നില്ല, ഹബീബായ റസൂലേ, താങ്കളുടെ കൂടെ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയണമെങ്കിൽ ആ നബിയുടെ വ്യക്തിത്വം എത്രത്തോളം ഉജ്ജ്വലമായിരിക്കും നമുക്ക് ആലോചിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിക്കനായി ചിത്രീകരിക്കുന്നവരോട് ശ്രീനാരായണ ഗുരു പറഞ്ഞ വാചകം, കരുണാവാൻ നബി, മണിമുക്തി രത്നമോ, കാരുണ്യത്തിന്റെ പ്രതീകമായ പ്രവാചക തിരുമേനി ഒരു ഭരണാധികാരിയായിരുന്നു. ആ പ്രവാചക തിരുമേനി, ഭരണാധികാരിയായ പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ 2 സംഭവങ്ങൾ ഉണ്ടായി. ഒന്ന്, ഷെയ്ഖുസാനിയുടെ, വ്യഭിചാരിയായ ഒരു ഷെയ്ഖിന്റെ, ഒരു വയോവൃദ്ധന്റെ കഥയുണ്ട്. ഒരു വയോവൃദ്ധൻ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ വ്യഭിചരിച്ചു പോയി. ആ വയോവൃദ്ധനെ സഹാബത്ത് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലുന്ന ചരിത്രത്തിലെ രംഗത്ത് ആ വയോവൃദ്ധൻ പറഞ്ഞു, എനിക്ക് എന്റെ ഹബീബായ റസൂലിനെ കാണണം, അവിടേക്ക് നിങ്ങൾ എന്നെ എത്തിക്കണം. പക്ഷേ അവരനുവദിക്കാതെ സഹാബികൾ ഈ വയോവൃദ്ധനെ കല്ലെറിഞ്ഞ് കൊന്നുകളയുകയാണ്. നബിയുടെ സന്നിധാനത്ത് വന്നവര് പറഞ്ഞു, നബിയേ, ആ വയോവൃദ്ധൻ ഞങ്ങൾ കല്ലെറിയുമ്പോ താങ്കളെ കാണാൻ മോഹിച്ചിരുന്നു എന്ന കാര്യം അറിഞ്ഞപ്പോ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി. പ്രവാചകൻ ചോദിച്ചു, എങ്കിൽ എന്തുകൊണ്ട് ആ വയോവൃദ്ധനെ നിങ്ങൾ എന്റെ അടുത്തേക്ക് അയച്ചില്ല എന്നാണ് പ്രവാചകന്റെ ചോദ്യം. ഇസ്ലാമിക നിയമത്തിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് വ്യഭിചരിച്ചവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞപ്പോഴും പ്രവാചകനെ കാണാൻ ആഗ്രഹിച്ചതിനെ അംഗീകരിച്ചു കൊടുത്ത പ്രവാചകന്റെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിൽ തുളുമ്പി നിന്ന ഐശ്വര്യപൂർണമായ ഒരു മനസ്സിനെ നാം കാണുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു പോവുകയും പ്രവാചക സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, തുഹിർനി യാ റസൂലല്ലാഹ്, തുഹിർനി യാ റസൂലല്ലാഹ്, തുഹിർനി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഈ മായിസ് വ്യഭിചരിച്ചു പോയി എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം വലത്തോട്ട് തിരിച്ചു, പ്രവാചകന്റെ ശിരസ് ഇടത്തോട്ട് ചിരിച്ചു. മായിസിൽ നിന്ന് പ്രവാചകൻ മാറി നിന്നു. പ്രവാചകൻ പറഞ്ഞു, മായിസ് മദ്യപിച്ചിട്ടുണ്ടോ? മായിസ് മദ്യപിച്ചിട്ടുണ്ടോ? സ്വബോധത്തോടാണോ സംസാരിക്കുന്നത്? മായിസേ, എന്റെ കൂടെ നമസ്കരിച്ചിട്ടില്ലേ മായിസ്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല, പോ എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും മായിസ് വിട്ടില്ല. പ്രവാചകൻ തിരിച്ചു ചോദിച്ചില്ല, മായിസേ, മറുഭാഗത്തുള്ള പെണ്ണ് ആരായിരുന്നു എന്ന് ചോദിച്ചന്വേഷിച്ച് ആ പെണ്ണിനെ പരസ്യമായി കൊണ്ടുവന്ന് മാനം കെടുത്താൻ ഇച്ഛിക്കാത്ത പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഗർഭിണിയാണ്. എറിഞ്ഞുകൊല്ലാൻ പ്രവാചകൻ പറയുന്നില്ല. ആ പ്രവാചകനിലെ കാരുണ്യം തുടിച്ചു. ആ പ്രവാചകൻ പറഞ്ഞു, പെണ്ണെ, നീ ഗർഭം ധരിച്ചില്ലേ, ഇനി പ്രസവിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. പ്രസവം കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ ചോര പൈതല്യം കൊണ്ടുവന്നപ്പോ പ്രവാചകൻ വീണ്ടും എറിഞ്ഞുകൊല്ലാൻ സന്നദ്ധനായില്ല. ആ കുഞ്ഞിന് 2 വർഷം മുല കൊടുത്ത് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്ന പ്രവാചകനെ
ലോകം കണ്ടിട്ടില്ല. സഹോദരങ്ങളെ, ഒരു ഭർത്താവ് എന്ന നിലയിൽ ലോകത്തൊരുപാട് ആളുകൾ ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുണ്ട്. ബട്ടൺ റസൽ ഏലിയറ്റ് എന്ന് പറയുന്ന ശിഷ്യന്റെ ഭാര്യയുടെ കൂടെ അന്തി ഉറങ്ങി അവസാനം വിവിഎം മൈവുഡ് എന്ന് പറയുന്ന പെണ്ണിനെ വേശ്യാതെരുവിൽ തള്ളിയിട്ട് അവളെ കൊന്ന കഥ ലോക ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ, ലോകത്തിലെ ഒരുപാട് ചരിത്രകാരന്മാരുടെ, അമേരിക്ക ഭരിച്ചിരുന്ന അബ്രഹാം ലിങ്കന്റെ ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. കാർൽ മാർക്സിന്റെ ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. ലിയോ ടോൾസ്റ്റോയുടെ ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ദാമ്പത്യ ജീവിതം പോലും പരാജയമായിരുന്നു. ഹബീബായ റസൂലുള്ളാന്റെ ദാമ്പത്യ ജീവിതം, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പരാജയമായിരുന്നില്ല. ലോകത്തോട് വിട പറയുമ്പോ 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ച്, അല്ലയോ ഭാര്യമാരെ, എന്നെ പിരിഞ്ഞു ജീവിക്കാനും എന്റെ സ്വത്തിന്റെ ഓഹരി കൈപ്പറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് അവസരമൊരുക്കാമെന്ന് പറഞ്ഞ് അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ച പ്രവാചകനോട് ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞില്ലേ, ഇല്ല, താങ്കളെപ്പോലെ മഹോന്നതനായ ഒരു ഭർത്താവിനെ ഇനി ഞങ്ങൾക്ക് കിട്ടാനില്ല എന്ന്. 9 ഭാര്യമാരെ കണ്ണീര് കുടിപ്പിക്കാത്ത മഹാവ്യക്തിത്വമായി ആയിഷ ബീവിയുടെ കൂടെ ജീവിതത്തിന്റെ പല രംഗങ്ങളും പങ്കുവെച്ച പ്രവാചക തിരുമേനി, ആയിഷ ബീവിയുടെ മറ്റൊരു ഭാര്യയുടെ കൂടെ ഒരു പാത്രത്തിൽ ഭക്ഷണവുമായി കടന്നു വന്നപ്പോ അത് തട്ടിക്കളഞ്ഞ നബിയുടെ കൈകളിൽ നിന്ന് ആ പാത്രം തട്ടിയുടച്ച ആയിഷ ബീവിയുടെ മുഖത്തടിക്കാതെ ഭാര്യ നോക്കി നിൽക്കെ അടുക്കളയിൽ ചെന്ന് മറ്റൊരു പാത്രമെടുത്ത് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കാൽമുട്ടുകൾ മരുഭൂമിയിൽ കുത്തിവെച്ച് അത് പെറുക്കി വെച്ച് തന്റെ ബെഡിൽ പോയിരുന്നപ്പോ ആയിഷ ബീവി വന്ന് പറഞ്ഞു, പ്രവാചക, ഒരു പെണ്ണല്ലയോ, എനിക്കൊരൽപ്പം കോപം തോന്നിപ്പോയി, ഈർഷ്യത തോന്നിപ്പോയി, മാപ്പാക്കണേ എന്ന് ആയിഷ ബീവിയുടെ തലമുടിയിൽ തടവിക്കൊണ്ട്, ആയിഷ, ഞാനല്ലാതെ ആര് നിനക്ക് മാപ്പ് തരാനുണ്ട് ആയിഷ എന്ന് ചോദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഏറെ സന്തുഷ്ടയായും സന്തോഷവതിയായും ആയിഷ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നബിയേ, അള്ളാഹുവിനോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, ആയിഷ ബീവിക്ക് നീ പുറത്തു കൊടുക്കണമേ, അള്ളാഹുവേ, ആയിഷ ബീവിക്ക് നീ പുറത്തു കൊടുക്കണമേ, അള്ളാഹുവേ, അവൾ സ്വകാര്യതയിൽ ചെയ്തതും ആയിഷ ബീവി സ്വകാര്യമായി ചെയ്തതും പരസ്യമായി ചെയ്തു പോയതിലെ പാപകർമ്മങ്ങൾ പൊറുത്തു കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ സന്തോഷവതിയായി അശ്രുഗണങ്ങൾ പൊഴിച്ച് റസൂലിന്റെ മടിയിലേക്ക് തലചായ്ച്ച ആയിഷ ബീവിയോട് റസൂലുള്ള ചോദിച്ചു, ആയിഷ, എന്റെ പ്രാർത്ഥന നിനക്ക് ഇഷ്ടപ്പെട്ടുവോ ആയിഷ, എന്റെ പ്രാർത്ഥന നിനക്ക് ഇഷ്ടപ്പെട്ടുവോ ആയിഷ? ആയിഷ ബീവി പറഞ്ഞു, നബിയെ, എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും, എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? അപ്പോൾ റസൂലുള്ള ഒരു സന്തോഷ വാർത്ത അറിയിച്ചു, എന്റെ പ്രോപ്കോണിലെ വിദ്യാർത്ഥികളെ, അത് നമുക്ക് വേണ്ടിയായിരുന്നു, എന്റെ പ്രോപ്കോണിലെ വിദ്യാർത്ഥികളെ, അത് റസൂല് നമുക്ക് വേണ്ടിയായിരുന്നു. ആയിഷ, നീ അറിയുമോ, ഈ പ്രാർത്ഥനയില്ലേ, ഞാൻ നിനക്ക് വേണ്ടി ഈ നടത്തിയ പ്രാർത്ഥന, ആയിഷ, എന്റെ ഉമ്മത്തിന് വേണ്ടി 5 വക്തിലെ നമസ്കാരത്തിലും അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് ആയിഷ. നമുക്ക് വേണ്ടി റസൂല് പ്രാർത്ഥിച്ചു അത്രേ. ആകാശത്തിലേക്ക് കൈയുയർത്തി, അള്ളാഹുവേ, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ ഉമ്മത്ത്, എന്നോട് വന്നു ചേരുന്ന മുഅ്ജിസത്തിന്റെ അടയാളങ്ങളെ കാണാത്ത, എന്നെ കണ്ടിട്ടില്ലാത്ത, ഞാൻ ചന്ദ്രപ്രിയത്തെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സമൂഹം എന്നെ സ്നേഹിക്കാനിരിക്കുന്നു. ഈ പന്തലിന്റെ ചോട്ടിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ, ആ റസൂല് നമ്മളെ സ്നേഹിച്ചു. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ ജീവിതത്തിലുടനീളം തറാവീഹ് പള്ളിയിൽ 3 ദിവസം നിസ്കരിച്ച് 4-ാം ദിവസം പ്രവാചകൻ വന്നില്ല, അല്ല 5-ാം ദിവസം പ്രവാചകൻ വന്നില്ല. റിപ്പോർട്ടുകളുടെ വ്യത്യസ്തത കൊണ്ട് ഏതഭിപ്രായമായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എന്റെ ഉമ്മത്തിന് അത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അതേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു രാത്രിയിലെ തഹജ്ജുദിൽ മുഴുവനും ഈസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുത്താൽ അവർ നിന്റെ അടിമകളാണ്, അല്ലാഹുവേ, നീ അവരെ ശിക്ഷിച്ചാൽ അവർ നിന്റെ അടിമകളാണ്, അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുത്താൽ ഏറെ പൊറുക്കുന്നവനാണല്ലോ റബ്ബേ എന്ന ഈസാ നബിയുടെ വാക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കരിച്ച്
പ്രവാചകന്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രവാചകന്റെ മനസ്സ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സൂറത്ത് തൗബയിലെ 9-ാം അധ്യായത്തിലെ 128-ാമത്തെ വചനത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ലഖദ് ജാഅക്കും, തീർച്ചയായും നിങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു ഇതാ ഒരു പ്രവാചകൻ, ജാഅക്കും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ, അസീസും അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾ പ്രയാസപ്പെടുക എന്നത്, നബിയുടെ ഉമ്മത്ത് പ്രയാസപ്പെടുക എന്നത് സഹിക്കാനാവാത്ത, താങ്ങാനാവാത്ത, അവരുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള ലോകഗുരു, എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, ചരിത്ര ശകലങ്ങൾ കേട്ടോളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ ഹസ്തദാനം ചെയ്യുകയാണ്. അയാളുടെ ഹസ്തദാനം ചെയ്തപ്പോ അയാളുടെ കൈകൾ അതിശക്തമായ പരിക്കൻ കൈയായിരുന്നു. ആ കൈ പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, എന്താ ഇത്ര വലിയ പരിക്കത? അയാൾ പറഞ്ഞു, നബിയേ, പാടത്തും പറമ്പത്തും തൂമ്പ പിടിച്ച, മമ്മട്ടി പിടിച്ച കൈയാണ് നബിയേ. അതിന്റെ തയമ്പാൽ ആ കൈകൾ പൊക്കിയെടുത്ത് അതിൽ തുരുതുരാ ചുംബനം ചെയ്ത് ആ രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, അല്ലാഹു റസൂലും ഏറ്റവും ആദരിക്കുന്ന തൊഴിലാളിയുടെ കൈയാണിത് എന്ന് ലോകത്തെ പഠിപ്പിച്ച വിശ്വാചാര്യൻ. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വളരെ വിവർണനായി, ദുഃഖിതനായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. നബി ചോദിച്ചു, ജാബിർ, എന്താണ് നിന്റെ മുഖത്തൊരു വല്ലായ്മ? ജാബിർ, നിന്റെ മനസ്സെങ്ങനെ ദുഃഖിക്കുന്നു? ജാബിർ, നിന്റെ മുഖത്തത് പ്രകടമാണല്ലോ ജാബിർ. അപ്പോൾ ജാബിർ അല്ലാഹു പറഞ്ഞു, നബിയേ, എനിക്ക് ഒരുപാട് സഹോദരിമാരുണ്ട്, 6 സഹോദരിമാരുണ്ട് നബിയേ. എനിക്ക് അവരെ പോറ്റേണ്ട ഉത്തരവാദിത്തം എന്റെ കൈകളിലാണ്. ആകെ ഈ ഉണങ്ങി വരണ്ട എല്ലും തൊലിയുമായ ഈ ഒട്ടകമല്ലാതെ മറ്റൊന്നും എന്റെ കൈകളിൽ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിറിന്റെ മനസ്സ് വായിച്ചെടുക്കുകയാണ്, നബിയുടെ മനസ്സലിയുകയാണ്. ഇർഹമോ മൻ ഫിൽ അർദ് ഇർഹമകും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിറിനോട് ഒരു ചോദ്യം ചോദിച്ചു, ജാബിർ, ഈ ഒട്ടകത്തെ എനിക്ക് വിൽക്കുന്നുണ്ടോ? ജാബിർ, നല്ലൊരു വില തന്ന് നിന്റെ ഒട്ടകത്തെ ഞാൻ എടുക്കാം, നിന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടാമല്ലോ ജാബിർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനെ, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാൽ, ഈ ഒട്ടകത്തിന് ആവശ്യമുള്ള വിലയും അതിൽ കൂടുതലും കൊടുത്തേക്കണേ എന്റെ പ്രിയപ്പെട്ട ജാബിറിന്. അങ്ങനെ അതിൽ കൂടുതൽ കൊടുത്ത് ആ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നബിയും ജാബിറും ഇങ്ങനെ നടന്ന് പിരിയാൻ നേരം റസൂലുള്ളാഹി ചോദിച്ചു, അല്ലെങ്കിലും ജാബിർ, എനിക്ക് ഈ ഒട്ടകത്തെ കിട്ടിയിട്ട് എന്താ കാര്യം? എന്റെ പ്രിയപ്പെട്ട ജാബിർ, ഇത് നിനക്ക് ഉപകരിക്കും, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഒട്ടകത്തെ തിരിച്ചു കൊടുക്കുന്ന ഒരു നാടകം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അലിവ് അത്രയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജോലി ചെയ്തിരുന്ന അനസ് എന്ന ഭൃത്യന്റെ വാക്കുകൾ എന്താ ഉണ്ടായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് 10 വർഷം ഞാൻ അദ്ദേഹത്തിന് ഖിദ്മത്തെടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. പക്ഷേ എന്ന വാക്ക് ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. എന്ന വാക്ക് ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ഇതാണ് ആ പ്രവാചക തിരുമേനിയുടെ വ്യക്തിത്വം. ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു രംഗം ഉഹദിന്റെ ചരിത്രമാണ്. സഹോദരങ്ങളെ, ഉഹദ് യുദ്ധത്തിലെമ്പാടും ചരിത്രങ്ങൾ കോറിയിട്ടു പോകുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി മിസ്അബ് കൊല്ലപ്പെട്ടത് കണ്ട് ആ മിസ്അബിനെ 2 കൈകളിൽ താങ്ങിയെടുത്ത് കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി. ജീവിതത്തിന്റെ 2 അറ്റങ്ങളിൽ ഈ മിസ്അബിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിന്റെ 2 അറ്റങ്ങളിൽ ഈ മിസ്അബിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സൗന്ദര്യവാനായി, സുഖലോലുപനായി, മാതാവിന്റെ മടിത്തട്ടിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഈ മിസ്അബിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉഹദിന്റെ രണഭൂമിയിൽ ഇസ്ലാം നെഞ്ചകത്തേറ്റി, ഏകദൈവ വിശ്വാസത്തിന്റെ പ്രശോഭ നെഞ്ചിലേറ്റി, പ്രവാചക സ്നേഹത്തിന്റെ മഹിതമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് 80 ചില്ലാണം വെട്ടേറ്റു വാങ്ങി, വലത് കൈയും ഇടത് കൈയും ഛേദിക്കപ്പെട്ട് ശിരസുകൾ പറന്ന് മുഖം നിലത്തേക്ക് കമെന്ന് ഇന്നലെ ഓതിത്തന്ന ഖുർആനിക വചനമില്ലേ? സൂറത്ത് ആൽ ഇംറാനിലെ 144-ാമത്തെ വചനം ഇവിടെ ഇന്നലെ പാരായണം ചെയ്യപ്പെട്ട് നിങ്ങൾ കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ആ വചനം മിസ്അബിന്റെ ചുണ്ടിൽ നിന്നാണ് പുറത്തോട്ട് വന്നത്. മിസ്അബ് ഓതിക്കൊണ്ടിരുന്ന വാചകം, മിസ്അബ് പറഞ്ഞുകൊണ്ടിരുന്ന വാചകം
കരുണാമയനായ റബ്ബ് ആയത്തായി അവതരിപ്പിച്ചതായിരുന്നു അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിപ്പോകുകയാണ് ഉഹദിൽ. അബൂബൈദത്തുൽ ജർറാഹ് പ്രവാചകന്റെ വായിൽ ചുണ്ടിലൂടെ കടന്നുപോയ, അതും അദ്ദേഹത്തിന്റെ പല്ലുകളിലൂടെ കടന്നുപോയ അമ്പ് കടിച്ചു പറിച്ച് അബൂബൈദത്തുൽ ജർറാഹിന്റെ 2 പല്ലുകൾ കൊഴിഞ്ഞു പോയിരുന്നു. മരിക്കുന്നത് വരെ മോണ കാണിച്ചു ചിരിച്ച അബൂബൈദത്തുൽ ജർറാഹ് നബിയെ സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുകയാണ്. തീർന്നില്ല. ഉഹദ് സവിശേഷമായ പലതും നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നുണ്ട്. അതിലൊന്നെന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ വിശ്വാചാര്യൻ, അദ്ദേഹത്തെ പോലൊരു ആചാര്യനെ ലോകം കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ലോകം കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾ പൊട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിണറിലേക്ക് മറിഞ്ഞു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് കൊല്ലപ്പെട്ടു. കാരണം എന്താ? 50 പേരെ മലമുകളിൽ നിർത്തിയിരുന്നു പ്രവാചകൻ. 50 പേരെ മലമുകളിൽ നിർത്തിയിരുന്നു പ്രവാചകൻ. എന്റെ കൽപ്പന കിട്ടുന്നവരെ നിങ്ങളിൽ ഒരാളും ഇറങ്ങിപ്പോരരുത് എന്ന് പ്രവാചക തിരുമേനി അവരോട് കൽപ്പിച്ചിരുന്നു. എന്റെ കൽപ്പന കിട്ടുന്നവരെ, എന്റെ വാക്ക് കിട്ടുന്നതുവരെ ഞങ്ങളുടെ ശിരസ് കഴുകന്മാർ കൊത്തിവലിക്കുന്നത് കണ്ടാൽ പോലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരരുത് എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം ലംഘിച്ച് ഉഹദിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്ലാമിന് വിജയമായപ്പോ ഗനീമത്ത് സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടാൻ അവർ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. 14 ആളുകൾ ഉഹദ് മലയിലും 14 ആളുകൾ ഗ്രൗണ്ടിലും 28 പേർ മാത്രമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾ പൊട്ടി. മിസബർലാൻ നബിയെ വലയം ചെയ്തു. എവിടെയാണ് പ്രവാചക സ്നേഹത്തെ, സഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചതിന്റെ? നബിയേ, മഹാനായ അബൂ തല്ലത്തുൽ അൻസാരി പറയാൻ, നബിയേ എന്റെ കഴുത്തിന് നേരെ അങ്ങയുടെ കഴുത്തു വെക്കണം. നബിയേ എന്റെ മുഖത്തിന് നേരെ അങ്ങയുടെ മുഖം വെക്കണം. നബിയേ എന്റെ ഷോൾഡറിനോട് ചേർത്ത് അങ്ങയുടെ ഷോൾഡർ വെക്കണം. ഒരു കാരണവശാലും വലത്തോട്ടും ഇടത്തോട്ടും അങ്ങ് തെറ്റരുത്. എന്റെ മാതാപിതാക്കളെ പ്രായശ്ചിത്തം നൽകി ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. മിസ്അബ് നബിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. സഹാബികൾ നബിയെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ജീവന തുല്യം അവർ സ്നേഹിക്കുകയാണ്. അതേ അബൂ സുഫിയാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ ഖുബൈബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഖുബൈബിനെ കുരിശിലേറ്റുമ്പോൾ അബൂ സുഫിയാൻ ചോദിക്കുന്നു, ഖുബൈബ്, ഈ സ്ഥാനത്ത് മുഹമ്മദിനെയും, മുഹമ്മദ് വീട്ടിലല്ലേ, അവിടെ നീമിരിക്കുന്ന രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിന്നെ കുരിശിലേറ്റുന്ന ഈ സ്ഥാനത്ത് മുഹമ്മദ്, നീ വീട്ടിലെ സുഖലോലുപ ജീവിതം. ഖുബൈബ്, ഇതല്ലേ നിനക്ക് ധന്യമായിട്ടുള്ളത്? അങ്ങനെ ഖുബൈബിന്റെ വാക്ക്, ഞാൻ വീട്ടിലായിരിക്കെ എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് ഖുബൈബിന്റെ വാക്ക് കേട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, ലോകത്തൊരു നേതാവും ഇങ്ങനെ അനുയായികളാൽ സ്നേഹിക്കപ്പെട്ടിട്ടില്ല എന്നത് ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ അബൂ സുഫിയാന്റെ വാക്കുകളാണ്. റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളിൽ അവർ ചെന്നിട്ട് ചോദിച്ചു, ഈ നേതാവ് ആരാണ്? ഈ നേതാവ് കളവ് പറയുമോ? ഇല്ല എന്ന് അബൂ സുഫിയാൻ. ഈ നേതാവ് വഞ്ചിക്കുമോ? ഇല്ല എന്ന് അബൂ സുഫിയാൻ. ഈ നേതാവ് വഞ്ചിക്കുമോ? ഇല്ല എന്ന് അബൂജഹൽ. ഈ നേതാവ് ചതിക്കുമോ? ഇല്ല എന്ന് വലീദ് ഇബ്നു മുഗീറ. ലോകത്തിലെ നേതാക്കന്മാരെല്ലാം ഒരേപോലെ അംഗീകരിക്കുന്ന ഈ പ്രവാചകൻ ആരാണ്? ഈ ലോകത്തിന്റെ ഗുരുവാരാൻ? ആ ബദർ ഉഹദ് യുദ്ധത്തിൽ എല്ലാവിധ പരാജയങ്ങളും ഉണ്ടായി. ആ അനുയായികളാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവരോട് കോപിക്കാമായിരുന്നു, അവരോട് ക്രൂരമായി പെരുമാറാമായിരുന്നു. ഇസ്ലാമിന് ഏറെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി അനുസരണക്കേട് കാരണത്താൽ. എന്നിട്ട് പോലും ആ നേതാവ് അവരോട് എങ്ങനെ പെരുമാറി? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിംത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 159-ാമത്തെ വചനമാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്. നബിയേ, അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ടാണ് താങ്കൾ ഈ ജനങ്ങളോട്, ആരോട്? എല്ലാ കൽപ്പനകളും ലംഘിച്ച് ഉഹദിന്റെ മലയിറങ്ങിപ്പോന്ന് ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയവരോട് അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച മാത്രമാണോ? വിശുദ്ധ ഖുർആൻ ബാക്കി പറയുന്നത് എന്താണ്? വശാവിറുഹും ഫിൽ അംർ. അവരുമായി കൂടിയാലോചിക്കണം, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. അനുസരണക്കേട് കാണിച്ച്, ധിക്കാരം കാണിച്ച് ഇസ്ലാമിന് വമ്പിച്ച നഷ്ടമുണ്ടാക്കിയ അനുയായികളെ ആട്ടി ഓടിക്കുകയല്ല, തള്ളിവിടുകയല്ല, അവരെ വീണ്ടും കൂട്ടിപ്പിടിക്കുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അവരോട് വീണ്ടും കൂടിയാലോചിക്കുകയും അവരെ ഒന്നിച്ചു പിടിക്കുകയും ചെയ്തൊരു സമൂഹം ആ പ്രവാചകനെ ഉപേക്ഷിക്കുമോ? ആ പ്രവാചകൻ എന്ന നേതാവിനെ
അവർ ഉപേക്ഷിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരു ഭ്രാന്തനെ പോലെ, ഇല്ല, ആ പ്രവാചകൻ മരിച്ചു എന്നത് ഞാൻ അംഗീകരിക്കില്ല, ആ പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞവന്റെ കൈകാലുകൾ ഞാൻ ഛേദിക്കും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഒരു വാക്കുണ്ട്, മനോഹരമായ വാക്കാണത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് ആ വാക്ക് ഇങ്ങനെയാ പറഞ്ഞത്: ലോകത്ത് ദാഹിച്ചു വലഞ്ഞൊരു വ്യക്തിക്ക് തണുത്ത ജലം എത്ര പ്രിയങ്കരമായിരിക്കും. ആ വാക്കെന്റെ പ്രോത്കോണിലെ കുട്ടികളെ, അലി റളിയല്ലാഹു റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന വാക്കാണ്. എന്താ പറയുന്നത്? ദാഹിച്ചു വലഞ്ഞ് തൊണ്ട പൊട്ടി മരിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു തണുത്ത ജലം ഒരു ദാഹാർത്തനായ മനുഷ്യന് എത്ര പ്രിയങ്കരമാണോ അതിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയങ്കരമാണ് ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹ്. ആ റസൂലുള്ള സംഗീതം ആസ്വദിച്ചിട്ടില്ല, ആ റസൂലുള്ള സിനിമ കണ്ടിട്ടില്ല, ആ റസൂലുള്ള പെണ്ണിനെ പ്രേമിച്ച് നടന്നിട്ടില്ല, ആ റസൂലുള്ള പുകവലിച്ചിട്ടില്ല, ആ റസൂലുള്ള പെത്തടിന് ഉപയോഗിച്ചിട്ടില്ല, ആ റസൂലുള്ള ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിട്ടില്ല, ആ റസൂൽ കൊട്ടേഷൻ പാട്ടുകളെ നയിച്ചിട്ടില്ല, ആ റസൂൽ കുട്ടികളെ കൊന്നിട്ടില്ല. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. യുദ്ധരംഗത്ത് കൊല്ലപ്പെട്ട കുട്ടികളെ കണ്ട് എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊന്നുവോ എന്ന് ഷൗട്ട് ചെയ്ത് ചോദിച്ച ആ പ്രവാചകനെ ലോകം കണ്ടിട്ടില്ല. അതേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായ, ലോകത്തിന് അനുഗ്രഹീതനായ ഒരു പ്രവാചകനെ ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഏതസ്മിൻ അന്തരേ മ്ലേച്ഛാചാരണ സമുന്നിത മഹാമതിദിക്യാത ശിഷ്യശാഖ സമുന്നിതം, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ലോകം വാഴ്ത്തിയ ആ പ്രവാചകനെ ലോകമറിയേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിലേക്ക് യാത്ര പോവുകയാണ്. കുറെ സമയം അബൂബക്കർ മുന്നിൽ നടക്കും, കുറെ സമയം അബൂബക്കർ പിന്നിൽ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബൂബക്കറെ എന്താ ഇത്? കുറെ സമയം മുന്നിൽ, കുറെ സമയം പിന്നിൽ, എന്താണ് അബൂബക്കറെ ഇത് എന്ന ചോദ്യത്തിന് നബിയേ, ഞാൻ മുന്നിലാകുമ്പോ പിന്നിൽ നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാലോ, ഞാൻ പിന്നിലാകുമ്പോ മുന്നിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാലോ? അவ்விதം റസൂലുള്ളാഹിനെ സ്നേഹിച്ച ലോകത്തിലെ സ്വഹാബത്ത് പ്രവാചകനെ ഇவ்விதം സ്നേഹിച്ചു. എന്റെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ, നാം ആലോചിക്കുക, നാം ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിച്ചുവോ? യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ലോകർക്കാകമാനമുള്ള പ്രവാചകൻ. നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിൽ ഇസ്ലാമിനെ അറിയാത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്ത, സഹാബത്തിനെ അറിയാത്ത, നബിയെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്ന് വിളിച്ച രംഗീല റസൂൽ എന്ന വൃത്തികെട്ട കൃതി എഴുതി അബ്ദുർ റഷീദ് എന്ന് പറയുന്ന വ്യക്തി, ശുദ്ധി പ്രസ്ഥാനത്തിന്റെ നേതാവായ രംഗീല റസൂൽ എഴുതിയ സ്വാമിജിയെ കൊന്നതല്ലാതെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശിച്ച സുഹൈൽ ഇബ്നു അംറിന്റെ പല്ലിടിച്ച് താലത്തിലിട്ട് കഴുത്തരിഞ്ഞ് താലത്തിൽ വെച്ച് തരട്ടെയോ എന്ന് ചോദിച്ച ഉമറിനോട്, ഉമറെ, ഇസ്ലാം വൈകാരികമല്ല, ഇസ്ലാം വിചാരതലമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകനെ ലോകത്ത് പഠിപ്പിക്കാൻ ആരുണ്ട് നമ്മളല്ലാതെ? പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ, ഇംഗ്ലീഷ് തിരിയുന്ന, ഉറുദു തിരിയുന്ന, മലയാളം തിരിയുന്ന, ലോകഭാഷകൾ ശ്രദ്ധിക്കുന്ന, ആധുനിക മീഡിയകളിൽ ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, അമുസ്ലിങ്ങളെ, ഈ പ്രവാചകനെ പറ്റി പഠിക്കാൻ യുദ്ധത്തിന്റെ നേരും നെറിയും പഠിപ്പിച്ച, യുദ്ധത്തിലേക്ക് കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ റസൂലിന്റെ സുന്നത്തിൽ സ്ത്രീകളെ കൊല്ലരുതേ, കുട്ടികളെ കൊല്ലരുതേ, അതുപോലെ വയോവൃദ്ധരെ നശിപ്പിക്കരുതേ, മഠാധിപതികളെ നശിപ്പിക്കരുതേ, ആരാധനാലയം തകർക്കരുതേ, വൃക്ഷങ്ങൾ തകർക്കരുതേ, ജലതടാകങ്ങളും നശിപ്പിക്കരുതേ എന്ന് ലോകത്തെ പഠിപ്പിച്ച ഈ പ്രവാചകരെ നമ്മളല്ലാതെ ഇനി ആരുണ്ട് നെഞ്ചിലേറ്റാൻ? എന്റെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ, പെൺകുട്ടികളെ, ആൺകുട്ടികളെ, നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചകൻ പറഞ്ഞ സുന്നത്തുകളുണ്ടോ? വഴിയിലൂടെ നടന്നു പോകുമ്പോ ഉപദ്രവം നീക്കുന്നതാണ് ഈമാൻ എന്ന പ്രവാചകന്റെ വാചകത്തിന് നാം പ്രാമുഖ്യം നൽകിയിട്ടുണ്ടോ? അതെ, പ്രവാചകനും അനുചരന്മാരും ഒരു കുന്നിന്റെ തായ്വരയിൽ തമ്പടിച്ച് ടെന്റ് കെട്ടി, ഒരു ഭാഗത്ത് നല്ല തണുപ്പ്, അവിടെ അവർ ഒരു തീ കത്തിക്കുകയാണ്. പ്രവാചകൻ ഓടിച്ചെന്ന് ആ തീയുടെ പരിസരത്ത് ഉറുമ്പുകൾ ചാലിട്ടൊഴുകുന്നുണ്ട്. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ കണ്ടില്ലേ? ആരാ ഈ ഉറുമ്പിന്റെ പരിസരത്ത് തീയിട്ടത്? എത്രയും പെട്ടെന്ന് നിങ്ങൾ തീയണയ്ക്കുക എന്ന് പറഞ്ഞ് ഒരു ഉറുമ്പ് പോലും അഗ്നിക്കിരയായില്ല എന്ന് ഉറപ്പുവരുത്തി അൽഹംദുലില്ലാ എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് നബിയെ പ്രാപ്പത്തിൽ കയറി പ്രാക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് അതിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോ, മക്കളെ, ആ പ്രാക്കുഞ്ഞിനെ അതിന്റെ തള്ളപ്പക്ഷി കൂട്ടിൽ വരുമ്പോ
അത് സന്തോഷിക്കാൻ കാരണമാകുന്നുവെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചോളൂ. അതാണ് എനിക്കിഷ്ടമെന്ന് പഠിപ്പിച്ച വിശ്വാചാര്യനെ ലോകം ശരിക്ക് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെ, ആ പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ പേരിലാണ് നാം താടി വെക്കുന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് നാം മീശ വെട്ടുന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് നരയാണിയുടെ മേലെ നാം തുണി ഉടുക്കുന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് നാം സ്ത്രീധനം വാങ്ങാത്തത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇതര മതവിശ്വാസിയോട് നമുക്ക് വെറുപ്പില്ലാത്തത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് അയൽവാസി പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധം നമുക്കുണ്ടായത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടാണ് തൊഴിലാളി വർഗത്തിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വെട്ടുന്നതിന് മുമ്പ് നാം കൂലി കൊടുക്കുന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ പേരിലാണ് വിധവകളുടെ കണ്ണീർ നാം ഒപ്പുന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ പേരിലാണ് സ്വന്തം പറമ്പിലെ വൃക്ഷം അന്യന് തടസ്സമാകുമെങ്കിൽ നാം മുറിച്ചു കൊടുക്കുന്നത്. ഇസ്ലാം എന്ന സമഗ്രമായ ഈ സാഗരത്തെ നെഞ്ചിലേറ്റാൻ, ഈ സാഗരത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾ സൈക്കിൾ ചെയിനും കുറുവടിയും കടാരിയും പിച്ചാത്തിയും AK-47 എന്തി നാളെ സ്വന്തം ബെഞ്ചിലിരുന്നവരെ കുത്തിക്കൊല്ലുന്നുവെങ്കിൽ അരുതേ എന്ന് ലോകത്തോട് പറയാൻ പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിച്ചു. മതത്തിന്റെ പേരിൽ ഹേമം ചെലുത്തരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച വിശ്വാചാര്യൻ സഹാബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ഒരു വ്യക്തി, ഒരു അമുസ്ലിം മൂത്രമൊഴിക്കുകയാണ്. ആധുനിക ലോകം ശരിക്ക് പഠിക്കേണ്ടതാണ്. മൂത്രമൊഴിച്ചപ്പോ അനുയായികൾ കത്തിക്കേറി ഷൗട്ട് ചെയ്തു. പ്രവാചകൻ പറഞ്ഞു, അരുത്, അയാൾ മൂത്രമൊഴിക്കട്ടെ, അയാളുടെ മൂത്രം മുറിച്ചു കളയരുത്. മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ആ അറാബിയെ, ആ മുസ്ലിമിനെ വിളിച്ചുകൊണ്ടുവന്ന് ചോദിച്ചു, അല്ല, നിനക്കറിയില്ലേ ഇതൊരു ദേവാലയമാണെന്ന്, ഒരു ആരാധനാലയമാണെന്ന്? ഈ ആരാധനാലയത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ലെന്ന്. ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ഓർക്കുന്ന ഒരു മഹാസദസ്സാണിതെന്ന് നിനക്കറിഞ്ഞുകൂടെ? സ്നേഹത്തോടുകൂടി ഉപദേശിച്ചു. എന്നിട്ട് അനുജന്മാരോട് പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് കഴുകിക്കളയൂ. ആധുനിക കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രത്തിൽ മുസ്ലിം മൂത്രമൊഴിച്ചാൽ, ഒരു പള്ളിയിൽ അമുസ്ലിം മൂത്രമൊഴിച്ചാൽ കമ്മ്യൂണൽ റയോട്ടിന് ലോകത്ത് പിന്നീട് വേറെ എന്തെങ്കിലും വേണോ? രാഷ്ട്രീയക്കാർക്ക് മുതലെടുക്കാൻ അതിനേക്കാൾ വലിയ വഴി വേറെന്തെങ്കിലും വേണോ? അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം.